അമൃത മിസ് ആണ്. നമ്മളെല്ലാവരും തന്നെ ആനുവൽ എക്സാമിന് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ഭാഗം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് മിസ് വന്നിട്ടുള്ളത്. വേറൊരു ചാപ്റ്ററിൽ നിന്നല്ല, സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ആംഗിൾസ്, മട്ടത്രികോണം അല്ലെ, സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമ്മളുടെ ചോദ്യം വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഷുവർ ആയിട്ടും ആനുവൽ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരും. അപ്പോൾ എങ്ങനെയാ നോക്കി, നമ്മുടെ കയ്യിൽ ഒരു മട്ടത്രികോണം ഉണ്ട് അല്ലേ, റൈറ്റ് ട്രയാങ്കിൾ. എന്തുകൊണ്ടാണ് ഇതിനെ മട്ടത്രികോണം എന്ന് വിളിക്കുന്നത്? ഇതിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട്. 90 ഡിഗ്രിയാണ് ഒരു കോണിൻ്റെ അളവ്. ഇതിനുകൊണ്ടാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മട്ടത്രികോണം എന്ന് വിളിക്കുന്നത്. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ സൈഡിനെയാണ് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള രണ്ട് സൈഡുകൾക്കോ ലംബങ്ങൾ എന്ന് പറയും. ഓക്കെ, ബാക്കി രണ്ട് സൈഡിന് ആൾട്ടിറ്റ്യൂഡ്, ബേസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ലംബങ്ങളാണ് എന്ന് പഠിക്കാം. അപ്പോൾ ഇത് ഹൈപ്പോട്ന്യൂസ് ആണ്. ഈ രണ്ട് സൈഡുകൾ വേറെയുണ്ട്. ഇനി ഈ ഒരു സൈഡിൻ്റെ നീളം ഞാൻ എ എന്ന് എടുക്കുവാണ്, ഈ ഒരു സൈഡിൻ്റെ നീളം ഞാൻ ബി എന്ന് എടുക്കുവാണെങ്കിൽ സി കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി എന്ന് ചോദിക്കും. അവിടെയാണ് നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ടത്. പൈതഗോറസ് തിയറത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണ്. അതായത് ഈ രണ്ട് ലംബങ്ങൾ ഉണ്ടല്ലോ അല്ലേ, ആൾട്ടിറ്റ്യൂഡും ബേസും, ഇവരുടെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൻ്റെ സ്ക്വയർ കിട്ടും. ഒന്നും വേണ്ട, സി നമുക്ക് അറിയില്ല. വെയിറ്റ്, എ സ്ക്വയർ എത്രയാണ് നോക്കി, 8ൻ്റെ സ്ക്വയർ അതായത് 64 എന്ന് വരും. 8ൻ്റെ സ്ക്വയർ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്, 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. ഇവ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് 100 ആണ്. ഇത് എന്ന് പറയുന്നത് സി സ്ക്വയർ ആണ്. അപ്പോൾ സി എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 100. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100 കണ്ടുപിടിക്കണം. വളരെ എളുപ്പമല്ലേ? 10 × 10 100 ആണ്. സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു അല്ലേ? അതായത് ഒരു ട്രയാങ്കിളിലെ, ഒരു റൈറ്റ് ട്രയാങ്കിളിലെ മട്ടത്രികോണത്തിലെ രണ്ട് സൈഡുകൾ തന്നാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം വന്നാൽ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഇതേപോലെ ചെയ്ത് വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാനൊരു ചോദ്യം തരാം. നിങ്ങൾ എത്ര പേര് കറക്റ്റായിട്ടുള്ള ആൻസർ പറയാൻ നോക്കാം. 9 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററുമാണ് രണ്ട് ലംബങ്ങളുടെ നീളം എന്ന് പറയുന്നത്. അതായത് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ ആണ്, ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ആണ്. സിയുടെ വാല്യൂ എത്രയാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് താഴത്ത് കമൻ്റായിട്ട് പറയണം. ഓക്കെ, ഈ ഒരു മോഡലിൽ നിന്നൊരു ചോദ്യം എന്തായാലും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.